കൊച്ചി കടപ്പുറത്ത് ഒരു കരിങ്കല്ലിന്റെ സ്തൂപം കണ്ടവരുണ്ടാകും. എന്നാൽ ആ സ്തൂപം എന്തിനാണ് അവിടെ നാട്ടിയതെന്ന് ഇന്നും പലർക്കും അറിയില്ല. അത് പറഞ്ഞു കൊടുക്കേണ്ടവർ ഒട്ടും തന്നെ പറഞ്ഞു കൊടുത്തിട്ടുമില്ല. വളരെ കുറച്ചു പേർക്ക് അറിയാമെന്നതൊഴിച്ചാൽ സാധാരണ കൊച്ചിക്കാർക്ക് പോലും അറിയില്ല എന്തിനാണ് അങ്ങനെയൊരു സ്തൂപം അവിടെ നാട്ടിയിരിക്കുന്നതെന്ന്. ഇന്നും ഒരുപാട് ചരിത്രങ്ങൾ കൊച്ചിയിൽ ഇപ്പോഴും യുവതലമുറകൾ അറിയാതെ മണ്ണിൽ പൂണ്ട് കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സ്തൂപത്തിൽ ചില നോട്ടീസുകൾ പതിച്ചത്. വാൻഡഡ് പോസ്റ്റുകൾ. നോട്ടീസുകൾ അലക്ഷ്യമായി ഒട്ടിച്ചിരിക്കുന്ന ഈ സ്തൂപം ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഈ സ്തൂപം വെറുമൊരു കരിങ്കൽ സ്തൂപമല്ല. ആദ്യം വന്നത് ഒരു പോർച്ചുഗീസുകാരാണ്. അത് കച്ചവടത്തിന് വേണ്ടി വന്നതാണ്. കടലിൽ കൂടെയുള്ള വഴി മാർഗം കണ്ടുപിടിച്ച് വന്നതാണ്. അപ്പോൾ അവർ കച്ചവടം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് ഡച്ച് വന്നു, അത് കഴിഞ്ഞ് പിന്നെ ഫ്രഞ്ച് വന്നു. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്നു ലാസ്റ്റ് വന്നതാണ് ബ്രിട്ടീഷുകാർ. അവരാണ് രാജ്യം കൈക്കലാക്കിയത്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ കാലത്തും ഓരോ ബിൽഡിങ്ങുകൾ, പോർട്ട്, അതിനെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പോയതിനു ശേഷം അന്ന് അവരുണ്ടാക്കിയതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതും പോർട്ടിൻ്റെ ഈ ബിൽഡിങ് ഇത് കളക്ടറിൻ്റെ ബംഗ്ലാവായിരുന്നു. ആ കാലത്ത് ഉണ്ടാക്കിയാണ്. ഇതൊക്കെ ബ്രിട്ടീഷുകാരെയാണ്. പിന്നെ പോർച്ചുഗീസുകാരുടെ ഉണ്ട്, ഡച്ചുകാരുടെ ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് പോർട്ടുണ്ടാക്കിയത്. പോർട്ടുണ്ടാക്കിയപ്പോഴേക്കും അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചത് ലോർഡ് വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ ഡ്രഡ്ജറാണ് ഈ പോർട്ടുണ്ടാക്കിയതിൻ്റെ പ്രധാന പണിയാണ് ചെയ്തത്. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് അവരോട് ബോയിലറൊക്കെ വെച്ചേക്കുന്നുണ്ടോ. ഈ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഈ സൈഡിൽ ബോയിലർ വെച്ചിട്ടുണ്ട്. ഇതും ഇവിടെ ഈ ആങ്കർ, അതും ഒക്കെ അതിൻ്റെ ഈ നേരെയാണ് ബിൽഡിങ് ഉണ്ടോ. അതിൻ്റെ ഇങ്ങോട്ട് വെക്കുമ്പോഴും കടലായിരുന്നു. 50 കൊല്ലത്തിനുള്ളിൽ ഉണ്ടായതാണ് അതെല്ലാം. അപ്പോൾ ഇവിടെ നിന്നുള്ള കരയെല്ലാം പോയി, വേറെ പല സ്ഥലത്തും കരയുണ്ടായി. കൊച്ചി മാത്രമല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടുത്തത്തിന്റെ കഥയുടെ സ്മരണയുമായി നിൽക്കുന്ന ചരിത്ര സ്മാരകമാണത്. 1800 കാലഘട്ടം. പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും കൊച്ചിയുടെ അറബിക്കടലിനെ പിടിച്ചു വെച്ചിരിക്കുന്ന കാലം. അറബിക്കടലിലൂടെ ഇന്ത്യക്കാരന്റെ ഒരു നൗക പോകണമെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അനുവാദം വാങ്ങണമായിരുന്നു. കൊച്ചി കപ്പൽ നിർമ്മാണത്തിന് പേര് കേട്ട കാലം പത്തേമാരികൾ കോഴിക്കോടാണ് നിർമ്മാണമെങ്കിലും ആധുനിക കാലത്തെ കപ്പലുകൾ നിർമ്മിക്കുന്ന സ്ഥലം കൊച്ചിയായിരുന്നു. ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോകുമ്പോൾ ഈ സ്തൂപം കാണാം. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.